ഇന്നത്തെ ദിവസം നമ്മളെ ആകെ വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന വാർത്തയിലേക്കാണ്. ആദ്യം കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂൾ മേൽക്കൂരയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുനാണ് സ്കൂളിന് മുകളിലെ ഷീറ്റിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. തെന്നിക്കിടന്ന ഷീറ്റിൽ കാൽ വഴുതിയപ്പോൾ തൊട്ടടുത്തുകൂടി പോയ വൈദ്യുതി കമ്പിയിൽ മിഥുൻ പിടിക്കുകയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ്റെ വേർപാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു അപകട മരണമായിരുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവമാണ്. ഇന്ന് രാവിലെ തന്നെ കേരളം ഇത് കേട്ട് ദുഃഖത്തിലാണ്. മാധ്യമങ്ങളിലൂടെയുള്ള വിവരങ്ങളാണ് ഉള്ളത്. സംഭവ സ്ഥലത്തേക്ക് അടിയന്തരമായി പോകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി ഷാനവാസ് IAS അങ്ങോട്ട് പോയിട്ടുണ്ട്. കൊല്ലം DDയും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനും ഉച്ചശേഷം സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്നു. കേരളത്തിലെ ഏതാണ്ട് 14,000-ഓളം വരുന്ന സ്കൂളുണ്ടല്ലോ. ആ സ്കൂൾ അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 100ഓളം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞ് നോട്ട് തന്നെ അവർ കൊടുത്തിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വൈദ്യുതി കമ്പി നമ്മുടെ സ്കൂൾ കോമ്പൗണ്ട് കൂടെ പോകാനേ പാടില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണമെന്ന് അതിൽ തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിലുപരി മറ്റൊരു സ്ഥാപനങ്ങളിലില്ലാത്തൊരു കാര്യം വിദ്യാഭ്യാസ വകുപ്പിലുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ ആ സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബോർഡ്, അതേപോലെ തന്നെ ലോക്കൽ ബോഡീസ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടെ പരിശോധിച്ചിട്ടാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഇല്ലേ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, അവിടെ ഈ സ്കൂൾ തുടങ്ങാറായല്ലോ. ഈ സമയത്ത് എങ്ങനെ ഈ കുട്ടി മുകളിൽ പോയി, അതേപോലെ തന്നെ ഈ പെട്ടെന്നുണ്ടായ കാര്യമല്ലല്ലോ. വിദ്യാഭ്യാസ മന്ത്രി കൊല്ലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. സ്കൂൾ അധികൃതർക്കും വൈദ്യുതി വകുപ്പിനും വീഴ്ച ഉണ്ടായതായുള്ള വിമർശനവും ഉയരുന്നുണ്ട്. വിവരങ്ങളുമായി വിനീഷും വി വിനോദും ചേരുന്നു. ആദ്യം വിനീഷിലേക്ക്. വിനീഷ്, ഒരു സ്കൂളിലേക്ക് കുഞ്ഞിനെ പറഞ്ഞു വിടുമ്പോൾ ഏറ്റവും സുരക്ഷിതരായിരിക്കുമെന്ന് കരുതിയാണ് നമ്മളൊക്കെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. ആ സ്കൂളിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഒരു സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കുക എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. എങ്ങനെയാണ് മിഥുൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഇത് വളരെ ദുഃഖകരമായ വാർത്തയാണ് രാവിലെ പുറത്തു വന്നത്. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വലിയപാടം സ്വദേശിയാണ് ഈ മിഥുൻ. 13 വയസ്സ് മാത്രമേ മിഥുന് പ്രായമുള്ളൂ. രാവിലെ സഹപാഠികളോടൊപ്പം കളിക്കുകയായിരുന്നു. സ്കൂളങ്കണത്തിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മിഥുന്റെ ചെരുപ്പ് തൊട്ടടുത്തുള്ള ഒരു സൈക്കിൾ ഷെഡാണ്, ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. സൈക്കിൾ ഷെഡിന്റെ മുകളിൽ മറ്റൊരു വിദ്യാർത്ഥി എടുത്ത് എറിഞ്ഞതായിട്ടാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഈ ചെരുപ്പ് എടുക്കാനായിട്ട് മിഥുൻ കയറുകയായിരുന്നു. സ്കൂളിന്റെ പാരപ്പറ്റിന്റെ മുകളിലൂടെ നടന്ന് ഈ ഷീറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ കാൽ വഴുതുകയും അങ്ങനെ കാൽ വഴുതി തന്നെയാണ് ഈ മിഥുൻ കയറി പിടിച്ചത്. ഇലക്ട്രിക് ലൈനിലാണ്. അങ്ങനെ മിഥുന് ഷോക്കേറ്റ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് അത് ശേഖരിച്ചിട്ടുണ്ട്. ന്യൂസ് 18നും ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, കുട്ടി കാൽ വഴുതി വീഴാൻ തുടങ്ങുമ്പോൾ ഇലക്ട്രിക് ലൈനിൽ പിടിച്ചു കിടക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഉടൻ തന്നെ സ്കൂൾ അധികൃതരടക്കം ഓടിയെത്തുകയും വിദ്യാർത്ഥിയെ തൊട്ടടുത്തുള്ള ആശുപത്രി ശാസ്താംകോട്ട
താലൂക്ക് ആശുപത്രിയാണ്. അവിടെ എത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഡോക്ടർമാർ അപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ച സാഹചര്യമായിരുന്നു ഉണ്ടായത്. എന്തായാലും ഇത് വലിയൊരു അനാസ്ഥ തന്നെയാണ് ഇത് സംഭവിച്ചത്. KSEBയുടെ ഒരു അനാസ്ഥയാണ്. കാരണം ഇത് വർഷങ്ങളായിട്ട് ഉള്ള ഒരു സ്കൂളാണ്, വർഷങ്ങൾ പഴക്കമുള്ള സ്കൂളാണ്. ഈ കോവൂർ കുഞ്ഞുമോൻ MLA അടക്കം പഠിച്ച സ്കൂളാണ്. ഈ സ്കൂളിന്റെ കോമ്പൗണ്ടിലൂടെ ഇത്തരത്തിലുള്ള ഹൈ ടെൻഷൻ ഈ ഒരു ലൈൻ, ഇലക്ട്രിക് ലൈൻ കടത്തിവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അനാസ്ഥയാണ്. ഈ അനാസ്ഥയ്ക്കെതിരെ നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ സ്കൂൾ അധികൃതർ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ KSEBയുടെ ഭാഗത്തു നിന്നും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചത്. യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള വലിയൊരു ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾ ഈ സ്കൂളിലേക്ക് പ്രതിഷേധം മാർച്ചടക്കം നടത്തി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കുട്ടിയുടെ മരണം സംഭവിച്ചു. ഇതിന് അധികൃതർ കൃത്യമായി മറുപടി പറഞ്ഞ് മതിയാവുകയുള്ളൂ. ഇപ്പോൾ ശാസ്താംകോട്ട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിനോദ് കൂടി ചേർന്നു. വിനോദ്, ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരണം തേടുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈദ്യുതി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും പഴി ചാരുന്നതിന് സമാനമായ രീതിയിലാണ് കാഴ്ചകൾ കണ്ടത്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ഒറ്റനോട്ടത്തിൽ അനാസ്ഥയുണ്ട്, സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നതാണ്, എല്ലാ സ്കൂൾ അധികൃതർക്കും വൈദ്യുതി ലൈൻ കോമ്പൗണ്ടിലൂടെ കടന്നു പോകരുത്. എന്നിട്ടും ആ ലൈൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് ആരെങ്കിലും ഉത്തരവാദിത്വം പറഞ്ഞേ തീരൂ. ഇപ്പോൾ എന്തൊക്കെ നടപടികളിലേക്കാണ് സർക്കാർ കടന്നിട്ടുള്ളത്? ശ്രീജ, ഇതിൽ രണ്ട് കൂട്ടർക്കും വീഴ്ച ഉണ്ടായി എന്നത് സ്പഷ്ടമാണ്. സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനും അതോടൊപ്പം തന്നെ KSEB ഉദ്യോഗസ്ഥർക്കും ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. അതിൽ മന്ത്രി പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്കൂളിൻ്റെ ഫിറ്റ്നസ് വേണം. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ പല യോഗങ്ങൾ വിളിച്ചിട്ടുണ്ട്. ജില്ലാതലത്തിൽ ഉൾപ്പെടെ ഈ യോഗങ്ങൾ വിളിച്ച് എങ്ങനെയാണ് സ്കൂൾ പ്രവർത്തിക്കേണ്ടത്, അതിൽ ഒരു കൃത്യമായ മാനദണ്ഡമാണ് ഈ സ്കൂൾ പരിസരത്തു കൂടി ഇങ്ങനെ വൈദ്യുതി ലൈൻ പോകരുത് എന്ന നിർദ്ദേശം. അതെങ്ങനെ ലംഘിക്കപ്പെട്ടു എന്ന കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം നേരിട്ട് KSEBയെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ കൂടി കോവൂർ കുഞ്ഞുമോൻ MLA ഉൾപ്പെടെയുള്ളവർ KSEBക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മാനേജ്മെൻറ്റ് നേരത്തെ പണമടച്ചിരുന്നു ഈ ലൈൻ മാറ്റുന്നതിന് വേണ്ടി. പക്ഷേ ആ നടപടികളിലേക്ക് പോകണമെങ്കിൽ മാനേജ്മെൻറ്റ് തുക കെട്ടിവെക്കണമായിരുന്നു. ആ തുക കെട്ടിവെക്കാത്തത് കൊണ്ട് ഇത് ഇഴഞ്ഞു നീങ്ങി എന്ന ഒരു കാര്യമാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ഭാഗത്തും തുക കിട്ടാത്തത് കൊണ്ട് മാത്രം ഒരു സ്കൂളിൻ്റെ അപകടസ്ഥിതി മനസ്സിലാക്കി KSEB അവിടെ പ്രവർത്തിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരു പ്രവർത്തനം KSEBയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി കൊല്ലത്തേക്ക് പോകുന്നത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർക്ക് അവിടെ എന്ത് ജോലിയായിരുന്നു എന്ന കാര്യം മന്ത്രി ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് വീട്ടിലെ ഒരു കുട്ടി മരിച്ച വേദനയുണ്ട് എന്ന് പറയുന്നത്. ഏതായിരുന്നാലും അങ്ങനെയുള്ള വാക്കുകൾക്കപ്പുറത്തേക്ക് ഇതിൽ നടപടി ഉണ്ടാകണമെന്നതാണ്. ഇന്ന് രാവിലെ 8 മണിക്കാണ് ഈ സ്കൂൾ കോമ്പൗണ്ടിൽ കുട്ടികൾ പ്രവേശിക്കുന്നത്. അതായത് അധ്യയനം അതിൻ്റെ സമയം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികൾ അവിടേക്ക് പോകുന്ന ഒരു നിലയുണ്ടായി. ഈ ചെരുപ്പ് മുകളിലേക്ക് മറ്റൊരു കുട്ടി എറിയുകയും അതെടുക്കാൻ ഈ 8ാം ക്ലാസ്സുകാരൻ കയറുകയും ചെയ്യുകയായിരുന്നു. മിഥുൻ്റെ ജീവൻ അവിടെയാണ് നഷ്ടമാകുന്നത്. ഈ കാൽ വഴുതുമ്പോൾ കമ്പിയിലേക്ക് പിടിക്കുന്നു, കമ്പിയിലേക്ക് വീഴുകയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വീഴാതിരിക്കാൻ പിടിച്ചതാണോ? ആ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ ഒരു അപകടം സംഭവിക്കുകയും ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടമായിരിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം സർക്കാർ സ്കൂളുകളുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ നേരത്തെ ഒരുപാട് ചർച്ചകൾ വരികയും പാമ്പ് കടിയേറ്റ് കുട്ടി മരിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായി. കിഫ്ബി ഫണ്ടിലൂടെ നിരവധി കെട്ടിടങ്ങൾ സർക്കാർ നിർമ്മിച്ചു എന്ന കാര്യം. പക്ഷേ ഇതൊരു പൂർണ്ണമായി സർക്കാർ സ്കൂളല്ല, ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. എങ്കിൽ പോലും അവിടെ കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ഒരു സ്കൂൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശമുണ്ട്. അത് പാലിക്കപ്പെട്ടില്ല. അവിടെ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. ശ്രീജ, ശരി. വിനോദും ഒപ്പം വിനീഷുമാണ് വിവരങ്ങൾ നൽകിയത്. അത്യന്തം ദുഃഖകരമായൊരു വാർത്തയാണ്. സംഭവത്തിൽ ഇനി നേരിട്ട് വിദ്യാഭ്യാസ മന്ത്രി കൊല്ലത്തേക്ക് പോവുകയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങളെന്ന് നമുക്ക് പിന്നീടുള്ള ബുള്ളറ്റിനിൽ കാണാം.